വേദി സന്നിധിരായിട്ടുള്ള നേതാക്കളെ, സ്നേഹമുള്ള കലാസുഹൃത്തുക്കളെ, കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലാ സമ്മേളനങ്ങൾ ഈ മാസം കൊണ്ട് ഏകദേശം പൂർത്തിയാകും. ഇത് 2ാമത്തെ സമ്മേളനമാണ് കാഞ്ഞങ്ങാട് നടന്നത്. ഇന്നലെ പരപ്പാമ മേഖലാ സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 33 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. ആദ്യകാലത്ത് കോഴിക്കോട് വെച്ച് നമ്മുടെ ഫെഡറേഷന്റെ സംസ്ഥാന നേതാവായിരുന്ന എ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ അന്ന് വൻകിട കരാറുകാർ ചെറുകിട കരാറുകാരെ ഈ കരാർ മേഖലയിലേക്ക് അടുപ്പിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെറുകിട കരാറുകാർക്ക് ഒരു സംഘടന ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് കോഴിക്കോട് വെച്ച് എ കൃഷ്ണേട്ടന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ്. അതിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ഇന്നത്തെ തലമുതിർന്ന നേതാവ് വി കൃഷ്ണപ്പൊതുവാള്, അതുപോലെ വി എം കൃഷ്ണൻ നായർ എം പി, നമ്മുടെ മൺമോഹൻപോയ എം പി കുഞ്ഞപ്പേട്ടൻ തുടങ്ങിയ ആളുകളൊക്കെ അന്ന് ഈ സംഘടന നേതൃത്വ പദവി അലങ്കരിച്ച വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അന്ന് ഈ സംഘടന രൂപീകൃതമായപ്പോൾ നമുക്ക് ചെറിയ ചെറിയ രൂപത്തിൽ മാത്രമേ ഇതിന്റെ പ്രവർത്തന സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. തുടർന്നിങ്ങോട്ട് സംഘടന മെല്ലെ മെല്ലെ ചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പല മകൻ വ്യക്തിത്വങ്ങളും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം നല്ല നിലയിൽ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ഒരു സെറ്റപ്പുള്ള ഒരു സംഘടനയാണ്. എല്ലാ കാര്യങ്ങളും മെമ്പർഷിപ്പ് അടക്കം അതിന്റെ രൂപത്തിൽ തന്നെ നടത്തിക്കൊണ്ട് സമ്മേളനങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ സംഘടനയുടെ അകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നിങ്ങോട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ എക്സ് MLA PKC മുഹമ്മദ് കോയ അവർ സംഘടനയുടെ തലപ്പത്ത് എത്തുകയും സംഘടനയെ പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനത്ത് വളർത്തി വലുതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് PKC. ആ PKCയുടെ നേതൃത്വത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർ ഫെഡറേഷൻ ബഹുമാനപ്പെട്ട ശ്രീ MLA PKC മുഹമ്മദ് കോയ അവരുടെ നേതൃത്വത്തിൽ അതിന്റെ 18ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് വെച്ചാണ്. ആയതിന്റെ ഭാഗമായി നമ്മുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 7-ാം തീയതി കാഞ്ഞങ്ങാട് നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള മേഖലാ സമ്മേളനം ആണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി KV സുജാത ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ആശംസ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചേരുന്ന ക്ഷേമകാര്യ സേനകളിൽ ചെയർമാൻ മുഹമ്മദ് അലി, സംസ്ഥാന അധികാരിയായിട്ടുള്ള വി കൃഷ്ണപ്പൊതുവാൾ, അതുപോലെ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി മെമ്പർ എം കൃഷ്ണൻ നായർ, APCFിന്റെ ജില്ലാ പ്രസിഡന്റ് ഷാഫി ഹാജി, അതുപോലെ സെക്രട്ടറി വി ശ്രീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രഭാകരൻ, അതുപോലെ ഇവിടെ ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്ന ശ്രീ അജിത് കുമാർ, ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട
സംഘടന അംഗങ്ങളെ പ്രിയപ്പെട്ടവർ, പലപ്പോഴും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ എവിടെയും കാണപ്പെടുന്നത് ഒരു ശില്പം ഉണ്ടായിത്തീരുന്നത് വരെ അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടായിത്തീരുന്നത് വരെ ആ വിഗ്രഹത്തിന്റെ നിർമ്മാതാവിന് അതിന് വലിയ പങ്കാളിത്തമുണ്ട്. ഒരു വിഗ്രഹം പൂർത്തിയായി കഴിഞ്ഞാൽ, അത് പ്രതിഷ്ഠയായി മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും ആ വിഗ്രഹത്തെ തൊടാൻ, ഒരിക്കലും ആ വിഗ്രഹത്തെ തൊടാൻ അതിന്റെ നിർമ്മാണത്തിൽ നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിയാതെ, അത് വാസ്തവമാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മളൊരു ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നേതൃത്വം നൽകി നിർവഹിച്ചിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണും. ഇവിടെ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവരെ ഇവിടെ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവസാനം പതിക്കുന്ന കല്ല് നിർമ്മിക്കുന്നതടക്കം നിങ്ങളാണെങ്കിൽ പോലും ആ കല്ലിനകത്തൊരു പേര് നിങ്ങളുടേതായിട്ട് ഒരിക്കലും ഉണ്ടാകാറില്ല. ഒരിക്കൽ പോലും ആ സ്ഥലത്തേക്ക് വരാതെ ഏറ്റവും അവസാനം ആ ഉദ്ഘാടന ചടങ്ങിൽ മാത്രം എത്തുന്ന ഒരു ജനപ്രതിനിധിയുടെ അടക്കം അതിനകത്തുണ്ടെങ്കിലും ഒരിക്കലും പേര് വയ്ക്കാൻ സാധിക്കാത്തവരാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ, സമൂഹത്തിൽ ആ നിർമ്മാണ പ്രവൃത്തികളിലൂടെ നിങ്ങളും അടയാളപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഏറ്റവും മനോഹരമായി നിൽക്കുന്ന, ഏറ്റവും നന്നായി നിൽക്കുന്ന പ്രവൃത്തികൾ കണ്ടുകഴിഞ്ഞാൽ, നിർമ്മാണ പ്രവൃത്തികൾ കണ്ടുകഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളെ സമൂഹം ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് മാത്രമല്ല, അവരെ ഏത് അവസ്ഥയിലും അംഗീകരിക്കും എന്നതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിൽ. അത് തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അത് നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകേണ്ടത് എന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. കാരണം കേവലം നമുക്കറിയാം, ഇന്നത്തെ ലോകം എന്നുള്ളത് തന്നെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ലാഭ്യതയോട് കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മുതലാളിത്ത രാജ്യങ്ങളും അല്ലെങ്കിൽ മുതലാളിത്തവും തന്നെ ലാഭത്തിലേക്കുള്ള വഴി മാത്രം കാണുമ്പോൾ അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ ഓരോന്നും സമൂഹത്തിന് എത്രയോ കാലഘട്ടം നിലനിൽക്കേണ്ടതാണ്. അത് ഏറ്റവും നന്നായി നമ്മൾ പറയാറുണ്ട്, ഏത് പ്രവൃത്തിയായാലും ഒരു ജോലി ഏറ്റെടുക്കണം. പക്ഷെ ആ ഏറ്റെടുക്കുന്ന ജോലിയിൽ ഏറ്റവും മികച്ചതാവുക എന്നുള്ളത് അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഏറ്റെടുക്കുന്ന ജോലിയിൽ ഏറ്റവും മികച്ചതാവുക എന്നുള്ളതാണ്. ഏറ്റവും കൃത്യനിഷ്ഠയോടെ, ഏറ്റവും സമയബന്ധിതമായി നന്നായി പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ മനസ്സിൽ അടയാളപ്പെടുത്തും, സമൂഹത്തിൽ അടയാളപ്പെടുത്തും. കാലം അവരെ എപ്പോഴും അനശ്വരരായി നിലനിർത്തും എന്നുള്ളത് നിങ്ങളുടെ നിർമ്മിതികളാണ് നിങ്ങളുടെ അടയാളപ്പെടുത്തൽ. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും ഉണ്ടാകും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. കഴിഞ്ഞ 2 വർഷത്തോളമായി നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയുടെ ഒരു പ്രതിസന്ധിയോടൊപ്പം തന്നെ ഒരുപാട് മികച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട്. ടെൻഡർ എടുത്തിട്ടും തുടങ്ങാൻ പറ്റാതെ, എഗ്രിമെന്റ് വെക്കാൻ പറ്റാതെ, എഗ്രിമെന്റ് വെച്ചിട്ടും തുടങ്ങാൻ പറ്റാതെ ഒക്കെയുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ പലരും പറയാറുണ്ട്, അന്ന് എടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ടാറിന്റെ വിലയല്ല ഇപ്പൊ വില കൂടി, അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികളുടെ വില കൂടി, അന്നത്തെ എടുത്ത പൈസ കണക്കായി. കൂടാതെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനും അത് ഏറ്റവും മികച്ചതായി പൂർത്തിയാക്കാനുള്ള ശ്രമം എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്ത് എല്ലാവരെയും എനിക്ക് പരിചയപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് പേര് ഏറ്റവും നന്നായി പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവൃത്തികളിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു അടയാളം അല്ലെങ്കിൽ അത് എന്റെ വർക്കാണ് എന്ന് ആളുകൾ മനസ്സിൽ വെക്കണമെന്ന് തീരുമാനിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. അത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സംഘടനയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോ യാതൊരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഏറ്റവും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. നമ്മുടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരു നഗരസഭയുടെ എന്നല്ല ഏതൊരു പ്രദേശത്തിന്റെയും വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അതിന്റെ ഭരണ സംവിധാനമായാലും ഈ കോൺട്രാക്ടേഴ്സിന്റെ പണ്ടൊക്കെയുള്ള കോൺട്രാക്ടേഴ്സ് എന്നുള്ള ഒരു രൂപം അല്ലെങ്കിൽ കോൺട്രാക്ടർ എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ
എല്ലാവർക്കും മനസ്സിൽ വരെ വെള്ളാനകളുടെ നാട്ടിലെ മോഹൻലാലിനെയൊക്കെയാണ് ഒരു പിന്നെ എപ്പോഴും പരാതികളും പ്രാരംഭവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓഫീസുകളുടെ ചുവപ്പ് നാട് കഴിക്കുന്നതിന് വേണ്ടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊക്കെ ഒരുപാട് കാലം മാറി. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള CMLR ഫണ്ടിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ ചുവപ്പ് നാടുകൾ അഴിയാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇവിടെ കമാൻഡറൊക്കെ ഇടയ്ക്ക് വന്ന് പറയാറുണ്ട്. എൻ്റെ വാർഡിനകത്ത് തന്നെ 1-2 വർക്കുകൾ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഓരോ പ്രവൃത്തികളിലും ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം. അത് ഏറ്റവും മികച്ചതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി, ഏറ്റവും മികച്ചതായ റോഡുകളും മറ്റ് കെട്ടിടങ്ങളായി കഴിഞ്ഞാലും എപ്പോഴും അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആർക്കും വരും. പക്ഷെ അത് ഏറ്റവും നന്നായി, ഏറ്റവും മനോഹരമായി എന്നും ഓർമ്മിക്കത്തക്ക രൂപത്തിൽ കാലത്തിനും അപ്പുറത്തേക്കുള്ള ഒരു നിർമ്മിതിയായി ഉണ്ടാക്കുക എന്നുള്ളത് അതിനകത്ത് വെറും കല്ലും മണ്ണും അല്ലെങ്കിൽ സിമന്റും കൂട്ടിച്ചേർക്കുക മാത്രമല്ല, അതിനകത്ത് നമ്മുടെ ഭാവനയും അതുപോലെ തന്നെ ആ പ്രവൃത്തിയിലുള്ള എല്ലാ മേന്മകളും കൂടി, നമ്മുടെ മനസ്സിലുള്ള എല്ലാ നന്മകളും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് അത് കാലത്തിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു നിർമ്മിതിയായി മാറുക. എല്ലാവരും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ഇനിയും കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. അത് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ ഏവരുടെയും സഹായം അല്ലെങ്കിൽ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നഗരസഭയുടെ ആയിട്ടുള്ള എല്ലാവിധ പിന്തുണയും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും നേർന്നുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിൽ എന്നെ വിളിച്ചതിലുള്ള സന്തോഷവും കൂടി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി കലാകാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് +2 SSC അവാർഡ് ദാനം വിതരണം കഴിഞ്ഞ് കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ഈ +2 SSC ഉപകാര സ്ഥാപനത്തിൽ ശ്രീ ബിടെക് അബ്ദുള്ള വൈസ് ചെയർമാൻ ആദരവോടെ ക്ഷണിച്ചോളൂ. സുജിത് യാ സുജിത്തിന്റെ അച്ഛനാണ് കേട്ടോ. നന്ദന നാരായൺ SLC ഫുൾ A+ Nidila CBSE +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ ചന്ദ്രൻ ദത്ത് ബഹുമാനപ്പെട്ട
അധ്യക്ഷൻ മധുപ്പന്നെ പ്രസിഡന്റ് കാഞ്ഞങ്ങാട് മേഖല കമ്മിറ്റി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ വികസന നായിക ശ്രീമതി KV സുജാത ടീച്ചർ, സ്വാഗതം ആശംസിച്ച M മുനിയർ, സെക്രട്ടറി കാഞ്ഞങ്ങാട് മേഖല കമ്മിറ്റി KCF, അനുശോചനം രേഖപ്പെടുത്തുന്ന M ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KCF കാഞ്ഞങ്ങാട് മേഖല കമ്മിറ്റി, ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരാമെന്നേറ്റ P. അഹമ്മദ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ശ്രീ EV കൃഷ്ണൻ പൊതുവാൾ, KCF സംസ്ഥാന അധികാരി, ശ്രീ VM കൃഷ്ണൻ നായർ, KGCF സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റി മെമ്പർ, ശ്രീ B. ഷാഫി അലി, പ്രസിഡന്റ് CEF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, ശ്രീ AV ശ്രീധരൻ, സെക്രട്ടറി KGCF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, ശ്രീ P. പ്രഭാകരൻ, KGCF സംസ്ഥാന കമ്മിറ്റി അംഗം. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സെക്രട്ടറി KGCF കാഞ്ഞങ്ങാട് മേഖല കമ്മിറ്റി. നന്ദി പ്രകാശിപ്പിക്കുന്ന അജിത് കുമാർ സി. പ്രിയമുള്ള കോൺട്രാക്ടർമാരെ, വിദ്യാർത്ഥികൾ, കോൺട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പഴയ കാലത്തൊക്കെ ഒന്ന് ബസ് മുതലാളിമാര് അന്ന് വലിയ ഒരു സ്ഥാനം വഹിച്ചിരുന്നു. അവർ ബസ് മുതലാളി എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ വലിയ പണമുള്ളവരാണ് ബസ് മുതലാളിയൊക്കെ. ഇപ്പോഴത്തെ അവരൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അതേപോലെ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ പണം ഇങ്ങനെ കുന്നും കൂടി കിടക്കുന്നവരായിരിക്കും എന്നുള്ള ഒരു ധാരണ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാം പഴയ മുഖങ്ങളാണ് ഞാൻ കണ്ടു ഒരുപാട് കാലമായിട്ട് സ്ഥിരം കാണുന്ന. എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിൽ മാത്രമാണ്. അതിൽ ചിലത് മിച്ചമുണ്ടാവും, ചിലതിൽ കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോയാൽ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിൽ തിമിംഗലം പോലെയുള്ള വലിയ കോൺട്രാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് പാടുപെടേണ്ടി വരും. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടിന്റെ കാര്യത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരുപാട് താമസങ്ങൾ നേരിടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മുട്ടുപോയിട്ടായിട്ടും നിരവധിയായിട്ടും സ്വർണം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ വർക്ക് തീർത്തിട്ടുണ്ടാവുക. അതിന് ഈ ചുവപ്പ് നാടയിൽ കൊടുക്കുന്ന കാര്യത്തിന് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ പറയുന്നില്ല. ചില ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ ഇതിലില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ടീച്ചർ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഉറപ്പ് തരുന്നു, മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ശരിയാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ശരിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ടീച്ചറെ മുമ്പിൽ വെച്ച് ഞാനത് ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ള ഒരു ധാരണ, ഒന്ന് ലൈറ്റ്, ഒന്ന് റോഡ്. ഈ രണ്ട് കാര്യം പൊതുവെ ജനങ്ങൾ ശ്രദ്ധിക്കും. ലൈറ്റ് ഇല്ലെങ്കിൽ പറയുമ്പോൾ നഗരസഭയെ പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള ടൗണിലുള്ള ലൈറ്റ് പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല. അതിന് ഞങ്ങൾ ഒരുപാട് മാസങ്ങളായി അതിന്റെ പിറകിൽ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. പക്ഷെ അതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം അത് KSTBയുടെ കയ്യിലാണുള്ളത്. ആ ലൈറ്റ് നഗരസഭയ്ക്ക് വിട്ടുതരണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ തന്നെ പല പ്രാവശ്യം ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറിയിട്ടുണ്ട്. ഇന്ന് വരെ അത് കിട്ടിയെടുത്ത് നമ്മൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ.
അപ്പൊ ഇങ്ങനെയുള്ള സാങ്കേതിക തടസ്സം കൊണ്ട് അതിനൊക്കെ കുറ്റം പറയുക നഗരസഭയാണ്. അതേപോലെ തന്നെ എവിടെ ഒരു ചെറിയ കുഴിയുണ്ടെങ്കിലും ഉദാഹരണം ഇപ്പൊ ഓട്ടോറിക്ഷ